ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല, നാഷണൽ ഗാർഡിയൻസ് പാക്ക് ഓപ്പണിംഗ് ആണ്. നമ്മുടെ കയ്യിലിപ്പം കറൻ്റ്ലി 4665 കോയിൻ ഉണ്ട്. ഇതിൽ നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ നെസ്റ്റയാണ്. ടാർഗറ്റ് കിട്ടുമോ അറിയില്ല, നമുക്കതിനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ 3 പ്ലെയേഴ്സ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഹ്യൂഗോ ലോറിസും ഗഗാർസും ആദ്യമായിട്ടാണ് ഈ ഫുട്ബോളിൽ വരുന്നത്. ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു 100 കോയിൻ്റെ നമുക്ക് നോക്കാം. കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 900ൻ്റെ ഒരു 5 സ്പിന്നും കൂടെ എടുക്കാം. അപ്പം ഫസ്റ്റ് 100 ഒന്നുമില്ല, റിലീസ് ചെയ്ത് കളയാം. ആരെ കിട്ടിയാലും കുഴപ്പമില്ല. എന്നിരുന്നാലും മെയിൻ ടാർഗറ്റ് നെസ്റ്റയാണ്. 900 ഫസ്റ്റ് സ്പിൻ എടുത്ത് നമ്മൾ ഏതായാലും സമയം കളയുന്നില്ല. ഓക്കെ, ഉള്ളിൽ പച്ചയാണ്. അപ്പോൾ ഒരു ഫീച്ചർ കാർഡായിരിക്കും. ഉള്ളിൽ മഞ്ഞാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഓക്കെ, ഫീച്ചർ കാർഡ്. ഇതിൽ റൊമാരിയോയുടെ നല്ലൊരു കാർഡ് വന്നിട്ടുണ്ട്. മറ്റേ റൊമാരിയോ അല്ല, സോറി, ക്രിസ്ത്യൻ റൊമാരിയോയുടെ നല്ലൊരു കാർഡ് അക്കാഞ്ചിയാണ്. ഓക്കെ, ഇതും 100 പോകുന്ന കാർഡാണ്, ഡിസ്ട്രോയ് കാർഡാണ്. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്തിട്ടിട്ട് റിലീസ് ചെയ്യാം. ഇവിടെ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യില്ല. ഓക്കെ, സെലക്ട് ചെയ്ത് അപ്പം നമ്മുടെ ഫസ്റ്റ് 900 സ്പിന്നും ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളാരെങ്കിലും ഇത് കറക്കി ആരെയും കിട്ടിയെങ്കിൽ പറയുക. പിന്നെ അതെ, സെക്കൻഡ് സ്പിൻ എടുക്കാൻ 900 അടിക്കൂ? ഇല്ല. അത് ഉള്ളിൽ പച്ചയുണ്ട്. അത് ഏതോ ഒരു ഫീച്ചേർഡ് ഹൈലൈറ്റാണ്. നോക്കാം നമുക്ക് ആരാന്ന്. സാധാരണ ഇങ്ങനെയൊക്കെ എനിക്ക് കളർ മാറി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് കളറൊന്നും മാറിയില്ല. ഓക്കെ, പിക് ഫോർഡാണ്. ഓക്കെ, 900 ഫീച്ചേർഡും ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കോയിൻ കറക്കുന്നവർക്ക് അറിയാം. ഓക്കെ, ഏതായാലും അവിടെ ഇരിക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കളയാം. അത് ഹ്യൂഗോ ലോറിസിൻ്റെ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. നമുക്കറിയാം PES 16, 17, 18 ഭയങ്കര ഓളം ഉണ്ടാക്കിയ ബ്ലാക്ക് ബോളായിരുന്നു. അപ്പോൾ നല്ല കാർഡായിരിക്കും. പിന്നെ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. ഇപ്പം നിലവിൽ 2 അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ഉള്ളതെന്ന് തോന്നുന്നു. മേ ബി ഇതിൽ എപ്പിക്കിൽ ഒന്ന് കസിയസും പിന്നെ വന്നേക്കുന്ന ഇതും. ഓക്കെ, നമുക്ക് ഏതായാലും തേർഡ് സ്പിൻ എടുത്തു. ഗഗാർസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അത് പുതിയ പ്ലെയറാണ്. ഹ്യൂഗോ ലോറിസും പുതിയതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. ഇത് ഫീച്ചേർഡൊന്നുമല്ല. ഓക്കെ, ഏതോ ഓക്കെ, റൊമേരോ, ക്രിസ്ത്യൻ റൊമേരോ. ഓക്കെ, റൊമേരോയുടെ 100 ഓവറോൾ പോകുന്ന ഒരു കാർഡാണ്. നല്ല കാർഡായിരിക്കും. ഇപ്പം നിലവിൽ ഫോമൊന്നും ഇല്ലാതെ നിൽക്കുകയെന്ന് തോന്നുന്നു. പരിക്കൊക്കെ ആയിരുന്നു. അതായത് നമുക്ക് അടുത്ത സ്പിൻ എടുക്കാം. ഓക്കെ, എപ്പിക്ക് ഇപ്പോൾ ഓക്കെ, എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. ആരാന്നറിയില്ല. നെക്സ്റ്റ് ആയിരുന്നെങ്കിൽ, പക്ഷേ നെക്സ്റ്റ് അല്ല, നമുക്ക് ലോറിസാണ്, ഗോൾ കീപ്പറാണ്. ഓക്കെ, ഏതായാലും കളിപ്പിച്ച് നോക്കാം. എനിക്കൊരു അറ്റാക്കിംഗ് ഗോൾ കീപ്പർ വേണം. എനിക്ക് ഓൾറെഡി സ്മൈക്കിളുണ്ട്. എന്നിരുന്നാൽ ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറെ എനിക്ക് കളിപ്പിക്കണം എന്നുണ്ട്. ഓക്കെ, ലോറിസ് ബ്ലാക്ക് ബോൾ അന്ന് പണ്ട് നമ്മൾ പെസ്സിലൊക്കെ സീനായിരുന്നു. എപ്പിക്കാകുമ്പോൾ മോശമാവില്ല. ഇത് 2018 വേൾഡ് കപ്പിൻ്റെ എഡിഷനായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോറിസ് 104 ഓവറോൾ പോകും തോന്നുന്നു. അത് 104 ഓവറോളാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് സ്പിന്നാണ്. അതും കൂടെ എടുത്ത് നമുക്ക് അങ്ങോട്ട് പരിപാടി അവസാനിപ്പിച്ചേക്കാം. ഇല്ല, ഉള്ളിൽ പച്ച കളറുണ്ട്. ഏതോ ഹൈലൈറ്റ് കാർഡാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോയിനും കഴിഞ്ഞു. നമ്മുടെ പാക്കും പരിപാടി ഇവിടെ തീർന്നേക്കുകയാണ്. ജർമ്മനിയുടെ പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് കിട്ടിയില്ല. എന്നിരുന്നാലും കൂടെ ഓക്കെ, 5000 കോയിന് തേച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരാളെ കിട്ടി. അതായത് കളിപ്പിച്ച് നോക്കിയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ കളഞ്ഞേക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലും സ്പിൻ ചെയ്ത് കിട്ടിയെങ്കിൽ കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ പാക്ക് ഓപ്പണിങ് കാര്യം കഴിഞ്ഞു. എൻ്റെ ഓൾറെഡി ഇപ്പം 99 പ്ലെയറേ ബാക്കിയുള്ളൂ. 51 പ്ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.